വെൽക്കം ടു നിഷാസ് വേൾഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊത്തു പൊറോട്ടയാണ്. എഗ്ഗ് കൊണ്ടുള്ള ഒരു കൊത്തു പൊറോട്ട. അപ്പോൾ ഒരു കടായി അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഉള്ളി കുറച്ചൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കവും ഇതിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഹാഫ് കുക്കായതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല. മസാലയും ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ള ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഒക്കെ ഗ്രേവി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മസാലകൾ ചേർക്കേണ്ട ആവശ്യമില്ല, ഗ്രേവി ചേർത്താൽ മതിയാകും. ഇത് ചിക്കൻ ഗ്രേവി ഇല്ലാത്ത കാരണമാണ് ഈ മസാലകൾ ചേർക്കുന്നത്. പച്ചമണം മാറിയ ശേഷം ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഈ പച്ചക്കറികളെല്ലാം വേവിച്ച് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളമെല്ലാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 3 മുട്ട പൊട്ടിച്ചിട്ട് അതൊന്ന് ചിക്കി പൊരിക്കാം. മുട്ട വേണ്ടാത്തവർക്ക് ഈ രീതിയിൽ തന്നെ നിർത്തി പൊറോട്ട ഇതിലോട്ട് ഇടാവുന്നതാണ്. ഇപ്പോൾ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടി ഇട്ട് ചീക്കി പൊരിച്ച ശേഷം നമ്മൾ പൊറോട്ട ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കൊത്തു പൊറോട്ട നമ്മൾ ഇളക്കി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ സമയം ഉപ്പും മതിയോന്നെല്ലാം നോക്കാം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് ചേർത്തി ഒന്ന് ഇളക്കി തീ ഓഫ് ചെയ്യാം. അതോടെ നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം.